നിങ്ങളുടെ കുട്ടി കേരളത്തിലെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ 1 മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ? കുട്ടി OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്നയാളാണെങ്കിൽ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണണം. കാരണം കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ പ്രതിവർഷം 1500 രൂപ വരെ ധനസഹായം ലഭിക്കാൻ അവസരമുണ്ട്. പക്ഷെ എല്ലാവർക്കും ഈ തുക ലഭിക്കില്ല. ആർക്കാണ് അപേക്ഷിക്കാനാകുന്നത്? വരുമാന പരിധി എത്രയാണ്? 90% മാർക്ക് എന്ന നിബന്ധന എന്താണ്? ബാങ്ക് അക്കൗണ്ട് എങ്ങനെ വേണം? അപേക്ഷ എവിടെയാണ് നൽകേണ്ടത്? ഇതെല്ലാം വളരെ ലളിതമായി ഈ വീഡിയോയിൽ വിശദീകരിക്കാം. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന സ്കോളർഷിപ്പ് പദ്ധതിയെ കുറിച്ചാണ്. പദ്ധതിയുടെ പേര് കെടാവിളക്ക് സ്കോളർഷിപ്പ്. 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷാ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പദ്ധതിയിൽ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം 1500 രൂപ എന്ന രീതിയിൽ സ്കോളർഷിപ്പ് തുക ലഭിക്കും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കും എന്ന് ഉറപ്പില്ല. അർഹതാ മാനദണ്ഡങ്ങൾ പരിശോധിച്ചാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. അതുകൊണ്ട് ആരൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, ആരൊക്കെയാണ് അപേക്ഷിക്കേണ്ടാത്തത് എന്നത് വ്യക്തമായി മനസ്സിലാക്കണം. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ അവസരം. അതായത് കുട്ടി 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥിയായിരിക്കണം. കൂടാതെ കുട്ടി OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്നവനായിരിക്കണം. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. OEC, OBC, H വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ ഈ പദ്ധതിക്ക് അപേക്ഷിക്കേണ്ടതില്ല. അതിനാൽ കുട്ടിയുടെ കാറ്റഗറി സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ ബന്ധപ്പെട്ട പിന്നാക്ക വിഭാഗ വികസന ഓഫീസിൽ നിന്നും വ്യക്തത നേടിയ ശേഷം മാത്രം അപേക്ഷാ നടപടികളിലേക്ക് പോകുന്നതാണ് നല്ലത്. അർഹത ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷത്തേക്ക് 1500 രൂപ ധനസഹായമായി ലഭിക്കും. എന്നാൽ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, അപേക്ഷിച്ച എല്ലാവർക്കും 1500 രൂപ ലഭിക്കണമെന്നില്ല. പദ്ധതിയിൽ പറയുന്ന അർഹതാ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. പല രക്ഷിതാക്കൾക്കും സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം, മുൻ വർഷത്തെ പരീക്ഷയിൽ 90% അതിൽ കൂടുതലോ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. രേഖപ്പെടുത്തേണ്ടത് മുൻ വർഷത്തെ പരീക്ഷയിൽ ലഭിച്ച യഥാർത്ഥ മാർക്കിന്റെ ശതമാനമാണ്. മാർക്കിനെ പിന്നീട് ഗ്രേഡാക്കി മാറ്റിയിട്ട് ആ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ ശതമാനം കണക്കാക്കി നൽകാൻ പാടില്ല. കുട്ടിയുടെ മുൻ വർഷത്തെ പരീക്ഷാ മാർക്ക് പരിശോധിച്ച് ശരിയായ പെർസെൻറ്റേജ് തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത്. 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വ്യത്യസ്തമായ മാനദണ്ഡമാണ് ബാധകമാകുന്നത്. 1ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ കുടുംബ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിഗണന. ഈ പദ്ധതിക്ക് അപേക്ഷിക്കുന്ന കുടുംബത്തിന്റെ പരമാവധി വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപയാണ്. അതായത് കുടുംബത്തിന്റെ വാർഷിക വരുമാനം നിശ്ചയിച്ച പരിധിക്കുള്ളിലായിരിക്കണം. വരുമാനവുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യമായ സാഹചര്യത്തിൽ ശരിയായ രേഖകൾ നൽകണം. തെറ്റായ വിവരങ്ങൾ നൽകാതെ ഔദ്യോഗിക രേഖകളിലുള്ള വിവരങ്ങൾ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. 1, 5, 8 ക്ലാസ്സുകളിൽ ആദ്യമായി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റ് നൽകണം. എന്നാൽ അതിനുശേഷമുള്ള വർഷങ്ങളിൽ അതേ വിദ്യാലയത്തിൽ നിന്നാണ് അപേക്ഷ വീണ്ടും സമർപ്പിക്കുന്നതെങ്കിൽ എല്ലാ വർഷവും പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. അതുകൊണ്ട് കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, മുൻപ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ രക്ഷിതാക്കൾ സ്കൂളുമായി പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ബാങ്ക് അക്കൗണ്ട് ആണ്. സ്കോളർഷിപ്പ് തുക വിദ്യാർത്ഥിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നൽകുന്നത്. അതുകൊണ്ട് കുട്ടിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുമ്പോൾ
അക്കൗണ്ട് ലൈവ് സജീവമായിരിക്കണം. ബാങ്ക് അക്കൗണ്ട് നമ്പർ, മറ്റ് ബാങ്ക് വിവരങ്ങൾ എന്നിവ നൽകുമ്പോൾ തെറ്റുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടിയുടെ അക്കൗണ്ട് പ്രവർത്തനരഹിതമാണെങ്കിൽ പിന്നീട് പണം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അപേക്ഷ നൽകുന്നതിന് മുമ്പ് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ സ്കോളർഷിപ്പിന് രക്ഷിതാക്കൾ നേരിട്ട് ഈ ഗ്രാൻസ് പോർട്ടലിൽ പോയി അപേക്ഷ സമർപ്പിക്കുന്ന രീതിയില്ല. സ്കൂളുകൾ വഴിയാണ് അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കുന്നത്. താൽപ്പര്യമുള്ള രക്ഷിതാക്കളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച ശേഷം ആവശ്യമായ വിവരങ്ങൾ പരിശോധിച്ച് സ്കൂൾ അധികൃതരാണ് ഈ ഗ്രാൻസ് പോർട്ടൽ വഴി അപേക്ഷ ഡാറ്റ എൻട്രി നടത്തേണ്ടത്. അതുകൊണ്ട് കുട്ടി അർഹനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കുട്ടി പഠിക്കുന്ന സ്കൂളുമായി ബന്ധപ്പെടുക. സ്കൂളിലെ പ്രധാന അധ്യാപകനോടോ ബന്ധപ്പെട്ട അധ്യാപകരോടോ കെടാവിളക്ക് സ്കോളർഷിപ്പിന്റെ അപേക്ഷാ നടപടികളെക്കുറിച്ച് ചോദിക്കുക. 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷാ നടപടികളിൽ പ്രധാനപ്പെട്ട തീയതി 2026 സെപ്റ്റംബർ 30. ഈ തീയതിക്കുള്ളിൽ സ്കൂളുകളിൽ നിന്നുള്ള ഡാറ്റ എൻട്രി നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. അതുകൊണ്ട് അവസാന ദിവസത്തേക്ക് കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ രേഖകളും വിവരങ്ങളും തയ്യാറാക്കി വെക്കുന്നതാണ് സുരക്ഷിതം. LSS, USS, NTSC, NMMS, ഭിന്നശേഷി സ്നേഹപൂർവ്വം തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും കെടാവിളക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാമെന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. മറ്റൊരു സ്കോളർഷിപ്പ് ലഭിക്കുന്നു എന്ന കാരണത്താൽ മാത്രം ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ പാടില്ല എന്നില്ല. കുട്ടിയുടെ കാറ്റഗറി, അർഹത, മറ്റ് രേഖകൾ എന്നിവ സ്കൂൾ അധികൃതരുമായി പരിശോധിച്ച ശേഷം അപേക്ഷ നൽകുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ്. കുട്ടിയുടെ ജാതി, കാറ്റഗറി, OBC വിഭാഗം എന്നിവയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്വയം തീരുമാനിച്ച് അപേക്ഷിക്കരുത്. ബന്ധപ്പെട്ട പിന്നാക്ക വിഭാഗ വികസന ഓഫീസിന്റെ മേഖലാ ഓഫീസുമായി ബന്ധപ്പെട്ട് സംശയം തീർത്തതിന് ശേഷം മാത്രം അപേക്ഷ പോകുന്നതാണ് നല്ലത്. കാരണം കാറ്റഗറി തെറ്റായി രേഖപ്പെടുത്തിയാൽ അപേക്ഷയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രക്ഷിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇനി വളരെ ചുരുക്കത്തിൽ കാര്യങ്ങൾ വീണ്ടും പറയാം. 1. കുട്ടി 1 മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ എന്ന് പരിശോധിക്കുക. 2. കുട്ടി OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. 3. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം പരിധിക്കുള്ളിലാണോ എന്ന് പരിശോധിക്കുക. 4. മുൻ വർഷത്തെ പരീക്ഷയിൽ ആവശ്യമായ മാർക്ക് മാനദണ്ഡം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. 5. വിദ്യാർത്ഥിയുടെ പേരിലുള്ള സജീവമായ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ഉറപ്പാക്കുക. 6. 1, 5, 8 ക്ലാസുകളിൽ ആദ്യമായി അപേക്ഷിക്കുന്നവർക്ക് ആവശ്യമായ വരുമാന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വയ്ക്കുക. 7. അപേക്ഷ സ്കൂൾ വഴിയാണ് നടത്തുന്നത് എന്ന കാര്യം മറക്കരുത്. 8. അവസാന തീയതിയായ സെപ്റ്റംബർ 30 മുമ്പ് സ്കൂളുമായി ബന്ധപ്പെട്ട് നടപടികൾ പൂർത്തിയാക്കുക. അപ്പോൾ ഇതാണ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള കെടാവിളക്ക് സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ. പ്രതിവർഷം 1500 രൂപ ധനസഹായം ലഭിക്കുന്ന ഈ പദ്ധതിയിൽ നിങ്ങളുടെ കുട്ടി അർഹനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവസാന തീയതി വരെ കാത്തിരിക്കാതെ കുട്ടി പഠിക്കുന്ന സ്കൂളുമായി ഉടൻ ബന്ധപ്പെടുക. അപേക്ഷാ ഫോം സംബന്ധിച്ച ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. അതോടൊപ്പം ഔദ്യോഗികമായി ലഭിക്കുന്ന ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ കൂടി പരിശോധിച്ച ശേഷം മാത്രം അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കുക. ഈ വിവരം നിങ്ങളുടെ പരിചയത്തിലുള്ള OBC വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്തരം വിദ്യാഭ്യാസ സഹായങ്ങൾ, സ്കോളർഷിപ്പുകൾ, സർക്കാർ പദ്ധതികൾ തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി. വീണ്ടും മറ്റൊരു ഉപകാരപ്രദമായ വിവരവുമായി കാണാം.